KSRTC ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ മൂലം വീണ്ടും ഒരു ജീവൻ ഇല്ലാതായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി വൈകുന്നേരം 6:40 കുമരകം വെച്ചൂർ ബണ്ട് റോഡിൽ ഒരു ആക്സിഡന്റ് നടന്നു. KSRTC ഡ്രൈവറിന് ഉറക്കം വന്നത് മൂലമുണ്ടായ അശ്രദ്ധ മൂലമാണ് ഒരു യുവാവിന്റെ ജീവൻ നഷ്ടമായത്. വൈകുന്നേരം 6:40 KSRTC ഡ്രൈവർ ബസ് യുവാവിന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഇരുചക്ര വാഹനക്കാരന്റെ ജീവൻ അവിടെ പൊലിയുകയായിരുന്നു. സ്റ്റേറ്റ് ഹൈവേ 40-ലാണ് ഈ കഴിഞ്ഞ ദിവസം ദാരുണമായ സംഭവം നടക്കുന്നത്. KSRTC ഡ്രൈവറിന്റെ അശ്രദ്ധ മൂലമാണ് യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് കണ്ടുനിന്ന നാട്ടുകാർ പറയുന്നത്. കുടവെച്ചൂർ സ്വദേശിയായ സുധീഷ് PS എന്ന യുവാവാണ് മരണമടഞ്ഞത്. KSRTC ഉദ്യോഗസ്ഥൻ ഇന്നലെ രാത്രിയിൽ അശ്രദ്ധമായി വണ്ടി ഓടിക്കുകയും ഉറക്കം വന്നതിനെ തുടർന്ന് വീണ്ടും വാഹനം ഓടിച്ചതാണ് അപകടമുണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. മതിലും മരങ്ങളും ഇടിച്ചു തകർത്തുകൊണ്ട് സ്കൂട്ടർ യാത്രികന്റെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയ വാഹനത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നു. വളരെ ദാരുണമായ സംഭവത്തിൽ കൃത്യമായ കേസ് നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പൊലിഞ്ഞുപോയ ജീവന് ഒരു നഷ്ടപരിഹാരം ഒന്നും പരിഹാരമാവില്ല. KB ഗണേഷ് കുമാർ ഗതാഗത നിയമങ്ങളും അതുപോലെ തന്നെ എല്ലാ നിയമ സംരക്ഷണങ്ങളും കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടി പല പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടും എന്തുകൊണ്ട് KSRTC ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ KSRTC വാഹനങ്ങൾക്കും സുരക്ഷ കൃത്യമാക്കുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. KSRTC ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള പിഴവുകൾ ഇനിയും പലരുടെയും ജീവനുകൾ എടുക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇത് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന സംഭവമല്ല. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. KSRTC ഡ്രൈവർക്ക് ഉറക്കം വന്നതിനെ തുടർന്നാണ് യുവാവിന്റെ ജീവൻ ഇപ്പോൾ ഇല്ലാതായത്. ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിക്കുന്നത് നമുക്ക് ഒട്ടും സഹിക്കാൻ സാധിക്കുന്നതല്ല. നമ്മുടെ സഹോദരനോ സഹോദരിക്കോ ഇത് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെല്ലാം പ്രതികരിക്കൂ എന്ന് വിചാരിച്ചു നിൽക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. KSRTC ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവർക്ക് ചുക്കാൻ പിടിക്കുന്നതുമായ എല്ലാവരും ഇതെല്ലാം കണ്ണു തുറന്ന് കാണണം. ഈ അപകടങ്ങൾക്ക് കാരണം നിങ്ങൾ കൂടിയാണ്. ഒരാളുടെ ജീവൻ ഇല്ലാതായതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടതും നിങ്ങൾ തന്നെയാണ്. KSRTC ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ജീവന് എന്തെങ്കിലും പരിഹാരം അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ KSRTC ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി കാര്യക്ഷമമായി സ്പീഡ് കുറച്ച് കൃത്യമായി വാഹനം ഓടിച്ചാൽ പകുതി അപകടങ്ങൾ കുറയുമെന്നുള്ളതും തീർച്ചയാണ്. അതിനുവേണ്ടി ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിയമ നടപടികൾ മന്ത്രി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.